എന്താ പറയുക, ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെയാണ് നമുക്കിപ്പം ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം മൊബൈലിലും ആ സെയിം പ്രൊസീജിയർ തന്നെ എടുക്കാൻ പറ്റും. മൊബൈലിലാണെങ്കിൽ 2 ആപ്ലിക്കേഷനാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ IRCTC റെയിൽ കണക്റ്റും മറ്റേത് റെയിൽ വണ്ണുമാണ്. റെയിൽ വണ്ണിൽ കൂടെ എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് എന്താ പറയുക, വേറെ ഇതുപോലത്തെ തന്നെ വേറെ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് എങ്ങനെ IRCTC റെയിൽ കണക്റ്റ് വഴി നമുക്ക് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം എന്താ പറയുക, നിങ്ങൾ IRCTC റെയിൽ കണക്റ്റ് ആപ്പ് ഇല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എന്താ പറയുക, ഇതുപോലെ പേജ് വരും. എന്നിട്ട് ഇവിടെ ലോഗിൻ എന്ന് പറയുന്നൊരു, അതായത് ബോട്ടത്തിൽ ടോപ്പിൽ റൈറ്റ് സൈഡിൽ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നെക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഓൾറെഡി ഇപ്പം ബയോമെട്രിക്സ് ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഇവിടെ ബയോമെട്രിക്സിൻ്റെ ഇത് കാണിക്കും. ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യുമ്പോഴേക്കും ഞാൻ അക്കൗണ്ട് ലോഗിനായി. ഞാൻ ഇനി അതുപോലെ നേരെ ലോഗിനിൽ പോവുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 4 ഡിജിറ്റ് പിന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ബുക്കിൻ വിത്ത് OTP കൊടുക്കുക. അല്ലെങ്കിൽ ഇനി ഇവിടെ ചേഞ്ച് അല്ലെങ്കിൽ രജിസ്റ്റർ യൂസർ എന്ന് പറഞ്ഞൊരു എന്നൊരു ഇത് കാണാം. അത് നെക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബോക്സ് വരും. അത് S കൊടുക്കുക. നിങ്ങളുടെ പുതിയ പേരും പാസ്വേഡും അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും നിങ്ങൾക്ക്, അതായത് ഓൾറെഡി IRCTC ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ വേറൊരാളുടെ അക്കൗണ്ടാണ് എടുക്കേണ്ട ഈ സ്റ്റെപ്പ്. ഇനി പുതിയതായിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ യൂസർ നിൽക്കുക. അപ്പോൾ നിങ്ങൾ നേരെ ഗൂഗിൾ കോമിലേക്ക് പോകും. അവിടെ പോയിട്ട് നിങ്ങളുടെ ഫുൾ നെയിം, യൂസർ നെയിം, ഫുൾ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇമെയിൽ, ഫോൺ നമ്പർ ഈ ക്യാപ്ചർ സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും അടുത്ത നെക്സ്റ്റ് പേജ് വരും. എന്താണ് ആ നെക്സ്റ്റ് പേജ് നിങ്ങൾ അഡ്രസ്സ് ചോദിക്കും, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉള്ളതാണ്. അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് നിങ്ങൾ ഇനി സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ എന്താ പറയുക, പിൻ ചോദിക്കും. നിങ്ങൾ പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ആപ്പ് എടുത്തപ്പോൾ എനിക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇവിടെ ബയോമെട്രിക്സ് ഓതൻറ്റിക്കേഷൻ ഓപ്ഷൻ ഓൺ ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ എന്നിട്ട് ബയോമെട്രിക്സ് വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് 2 കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. ആ ഒരു കമ്പ്യൂട്ടർ വെച്ച് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആ ഒരു, അതായത് IRCTC ആപ്പല്ല, മറ്റേ ലാപ്ടോപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടർ വഴി. അത് പറഞ്ഞ പോലെ തന്നെ നേരെ ഇവിടെ താഴെ ബോട്ടത്തിൽ റൈറ്റ് സൈഡിൽ 2ാമത്തെ ഐക്കൺ നെക്കും. അതായത് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നെക്കുമ്പോഴത്തേക്ക് മൈ പ്രൊഫൈൽ വരും. പിന്നെ ഇനി ഓതൻറ്റിക്കേറ്റ് യൂസർ, ഈ ഒരു ഓതൻറ്റിക്കേറ്റ് യൂസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തേക്ക് സെലക്ട് ഓതൻറ്റിക്കേറ്റ് ടൈപ്പ് കാണും. പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ വെച്ച് നിങ്ങൾ നിങ്ങൾ എത്ര പേരാണോ, ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ ഒരാളുടെ അക്കൗണ്ട് വെച്ച് ആധാർ വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ആധാർ വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രീമിയം തക്കാലി ടിക്കറ്റും എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഇവിടെ മൈ മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് നെക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി 4 പേര് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 4 പേര് ഇവിടെ പോയി ആഡ് പാസഞ്ചർ എന്ന് നെക്കുക. ആഡ് പാസഞ്ചർ എന്ന് നെക്കുമ്പോഴത്തേക്ക് നോർമലാണോ എന്നൊക്കെ കൊടുക്കുക. അവരുടെ പേരടിച്ച് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, ബർത്ത് പ്രിഫറൻസ്, മീൽ പ്രിഫറൻസ്, ID ടൈപ്പ് എന്നിട്ട് അതും ഇനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് മാസ്റ്റർ ലിസ്റ്റ് ചെയ്ത് വെക്കണേ. ഓക്കെ, ഇനിയാണ് നമ്മൾ ബുക്കിങ്ങിലേക്ക് പോകുന്നത്.
നേരെ ഹോമിലേക്ക് പോവുക, ട്രെയിൻ എടുക്കുക. ഞാൻ വരും. എന്താ പറയുക, എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഈ ബുക്കിനുണ്ടെങ്കിൽ ആ ബുക്കിനകത്ത് കാണിക്കും. അതൊന്നുമില്ല. അപ്പം നീ എന്താ പറയുക, ഇവിടെ ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നിൽക്കുക. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകണം. എനിക്കിപ്പം മെയ് 29 പോകണം. അപ്പോൾ ഞാൻ ഡേറ്റ് നെക്കി, എന്താ ഫ്ലെക്സിബിൾ വിത്ത് ഡേറ്റ് ആണെങ്കിൽ ഈ ഡേറ്റിലുള്ള ട്രെയിനെ കാണിക്കത്തുള്ളൂ. എന്തുണ്ട് സെർച്ച് ട്രെയിൻ കൊടുക്കുക. അപ്പം നമുക്കറിയാം ആദ്യം വരുന്നത് എന്താ പറയുക, 2 വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരിക്കും. കാരണം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ കുറവുള്ളതാണ്. ഇപ്പോൾ ആലപ്പുഴ വരെ പോകണ വന്ദേ ഭാരത് ആണെങ്കിൽ 7 മണിക്കൂർ 41 മിനിറ്റ്, കാസർഗോഡ് വരെ പോകണ വന്ദേ ഭാരത് ആണെങ്കിൽ 8 മണിക്കൂർ 5 മിനിറ്റ്. അത് കഴിഞ്ഞ് രാജധാനി ഏകദേശം 9 മണിക്കൂറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരും. ഇനി ഇവിടെ ഒരു ഈ ഒരു റൈറ്റ് സൈഡിൽ ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഒരു കലണ്ടർ സിമ്പിളുണ്ട്. ആ ഒരു കലണ്ടർ സിമ്പിൾ നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഡേറ്റ് മാറ്റാം. അതുപോലെ തന്നെ അവിടെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. എന്താ എനിക്കിപ്പോൾ രാവിലത്തെ വൈകിട്ടത്തെ വന്ദേ ഭാരതാണ് എനിക്ക് പോകേണ്ടത്. ഇപ്പോൾ എന്താ പറയുക, ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റാണ്. സോ ഞാൻ എന്താ പറയുക, 2 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് നോക്കി. അപ്പോൾ ജൂലൈ 18 കൊടുക്കുവാണെങ്കിൽ ഇത്ര സീറ്റ് അവൈലബിൾ എന്ന് കാണിക്കും. നിങ്ങളിപ്പോൾ റൂട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ 2 മാപ്പ് ലൊക്കേഷൻ 2 സിമ്പിൾ ഉണ്ടല്ലോ, അത് ഞെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമയം അറിയാൻ പറ്റും. എന്നിട്ട് നോക്ക്. ഇനി നോക്കിക്കോ. ഇനിയപ്പോൾ ഞാൻ ഇത് ഞെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇവിടെ താഴെ ഫെയർ ബേക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബേസ് ഫെയർ ഇത്രയാണ്, റിസർവേഷൻ ചാർജ് ഇത്രയുണ്ട്, സൂപ്പർ ഫാസ്റ്റ് ചാർജ് ഇത്രയുണ്ട്, GST. ഇനി എന്താ പറയുക, കാറ്ററിംഗ് ചാർജ് 322. ഇനി നിങ്ങൾക്ക് ഫുഡ് വേണ്ടെങ്കിൽ ഈ ഒരു കാറ്ററിംഗ് ചാർജ് കുറയും. അപ്പോൾ ഞാൻ ഇനി അത് കഴിഞ്ഞിട്ട് അതൊക്കെ നോക്കിയ ശേഷം ഇനി ഞാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഇനി പാസഞ്ചർ ഡീറ്റെയിൽസിൻ്റെ അവിടെ നിൽക്കുക. അവിടെ നിൽക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഓൾറെഡി ഇവിടെ മാസ്റ്റർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേര് കാണും. ഇനി അഥവാ ആ പേജ് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ എന്താ പറയുക, ആഡ് ന്യൂ കൊടുക്കുക. മാസ്റ്റർ ലിസ്റ്റ് ചെയ്ത് വെക്കാത്ത ഒരു വ്യക്തിൻ്റെ ആണ് നിങ്ങൾ ബുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ന്യൂ കൊടുക്കുക. ഇനി ആഡ് എക്സിറ്റിംഗ് കൊടുത്താൽ മാസ്റ്റർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വേറെ പേര് വരും. അതിലെന്താ പറയുക, അവിടെ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്താൽ എൻ്റെ മൊബൈൽ നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി എന്താ പറയുക, ഇപ്പോൾ 5 വയസ്സ് താഴെ കൊട്ടാണെങ്കിൽ ആ കുട്ടിക്ക് ബർത്ത് ബുക്ക് ചെയ്യണം. ആ കുട്ടിക്ക് സീറ്റ് പേര് മാത്രമേ കാണുള്ളൂ, സീറ്റ് കാണത്തില്ല. ഇനി അതുപോലെ തന്നെ എന്താ ബോർഡിംഗ് പോയിൻറ്റ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഇവിടെ ചേഞ്ച് ബോർഡിംഗ് പോയിൻറ്റ് കൊടുക്കുക. ബോർഡിംഗ് പോയിന്റ് കൊടുക്കുക. മാക്സിമം എന്താ പറയുക, കണ്ണൂർ വരെ. ഓക്കെ, അതിനുശേഷം എന്താ പറയുക, എൻ്റെ പേര് ഞാൻ അടിച്ചു കൊടുക്കാം. എൻ്റെ പേര് ഞാൻ അടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ എൻ്റെ പേര് ഓക്കെ, ഞാൻ മാസ്റ്റർ ലിസ്റ്റിൽ ഞാൻ എൻ്റെ പേരെടുത്തു. ഓക്കെ, ആഡ് എക്സിന് പോയിട്ട് മാസ്റ്റർ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് പാസഞ്ചർ വരും. ഇനി ഇവിടെ നമുക്കിപ്പോൾ IRCTCയിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് വെജോ നോൺ വെജോ മാസ്റ്റർ ലിസ്റ്റ് ചെയ്യാത്ത നമ്മളിപ്പോൾ ആഡ് ന്യൂ കൊടുക്കുമ്പോൾ, അതായത് ഇവിടെ ആഡ് ന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ ഈ മീൽസ് പ്രിഫറൻസിൽ കാണേണ്ട നോ ഫുഡിന് ഓപ്ഷൻ ഇല്ല. പക്ഷേ നോൺ ഫുഡിൻ്റെ ഓപ്ഷൻ അവിടെ ബേസിക്കലി ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ പാസഞ്ചർ മൊബൈൽ നമ്പറും ഇമെയിലിൻ്റെയും ഡീറ്റെയിൽസ് ഉള്ള ഈ ഒരു സ്ഥലത്ത് ഐ ഡോണ്ട് വാണ്ട് ഫുഡ് ആൻഡ് ബിവറേജസ് എന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നെക്കും. കൊടുക്കുമ്പോൾ എന്താണ്, എനിക്ക് എത്ര രൂപ, എനിക്ക് ഫെയർ വേക്കപ്പ് ആയിട്ടുണ്ട്, എത്ര രൂപയാകും, എനിക്ക് കാറ്ററിംഗ് ചാർജ് ഇല്ലാണ്ട. കാറ്ററിംഗ് ചാർജ് നേരത്തെ കാണിച്ചത് എമൗണ്ടേക്കാളും പൈസ കുറവായിരിക്കും. കാരണം വെള്ളം അവർ വെള്ളം തരുമല്ലോ. എന്താണ് എൻ്റെ ഈ ക്യാപ്ച അടിച്ച് കൊടുക്കുക, പ്രൊസീഡ് പേ കൊടുക്കുക, കാർഡോ UPI കൊടുക്കുക. ഇനി ഇതേ IRCTCയിൽ തന്നെ നമുക്ക് എങ്ങനെ തക്കാൽ ടിക്കറ്റ് എടുക്കാൻ നോക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ വേണ്ട ഈ ഒരു കോട്ട മാറ്റുക. ഈ ഒരു കോട്ട മാറ്റിയ ശേഷം നേരെ ഇവിടെ തക്കാൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നാളത്തേക്ക് എടുക്കുക.
അപ്പം ഞാൻ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് എന്താ പറയുക തൽക്കാലം ഓപ്പൺ ആയിട്ടില്ല. എൻ്റെ ഇത്ര സീറ്റ് ഉണ്ടെന്ന് കാണിക്കും ആ ഒരു സമയം. അപ്പം നിങ്ങൾക്കിപ്പം എന്താ സ്ലീപ്പർ ആണെങ്കിൽ 11 മണിയും എ സി ആണെങ്കിൽ 10 മണിയുമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എ സിയിലാണ് ടിക്കറ്റ് വേണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളൊരു 9:55 ആകുമ്പോൾ തന്നെ എന്താ പറയുക സ്ലീപ്പറിന് ഇവിടെ ഇങ്ങനെ സ്ലീപ്പറിന് ഇവിടെ നെക്കി വെക്കുക. എന്നിട്ട് കറക്റ്റ് 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എ സി കോച്ചിൻ്റെ അവിടെ നിൽക്കുക. ഏതെങ്കിലും എ സി കോച്ചാണ്, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാവേലിയിൽ തേർഡ് എ സി യാത്ര ചെയ്യണം, നിങ്ങൾ സ്ലീപ്പറിന് അവിടെ നിൽക്കുക. കറക്റ്റ് 10 മണിയാകുമ്പോൾ തേർഡ് എ സിന് അവിടെ നിൽക്കുക. ഇത് സെലക്ട് ചെയ്യുക, പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുക. നേരത്തെ ഓൾറെഡി മാസ്റ്റർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേര് അവിടെ വരും. പേയ്മെൻറ്റ് ചെയ്യുക. എന്താ പറയുക, ആധാർ വെച്ച് ഓതൻറ്റിക്കേറ്റ്, അതായത് ആ ഒരു യൂസർ ഐ ഡി ആധാർ വെച്ച് ഓതൻറ്റിക്കേറ്റ് ആയിട്ടില്ലെങ്കിൽ എന്താ പറയുക അത് ചെയ്ത ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ. ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോർഡിംഗ് പോയിൻ്റ് ചേഞ്ച് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങളിപ്പം മാവേലിയിൽ തക്കാളി നോക്കാം, നിങ്ങൾക്ക് കൊല്ലം മുതൽ കണ്ണൂർ വരെ മാവേലിയിൽ തക്കാളിയാണ്. പക്ഷേ എന്താ പറയുക ചില സമയത്ത് അങ്ങനെ അടിച്ചു നോക്കിയാൽ കിട്ടണമില്ല. അപ്പോൾ എന്ത് ചെയ്യും, അപ്പം തിരുവനന്തപുരം ടു മംഗളൂർ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ബോർഡിംഗ് പോയിൻ്റ് കൊല്ലം എന്നാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റ്സിൽ ഇവിടെ വരും, അപ്കമ്മിങ് വരും, അവിടെ പോയിട്ട് ചേഞ്ച് ബോർഡിംഗ് പോയിൻ്റ് ഓപ്ഷനുണ്ട്. ഇതുപോലെ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് പ്രീമിയം തക്കാളി. ഇനി TDR ഫയൽ ചെയ്യുക. എന്താ പറയുക, നിങ്ങൾക്ക് ഡൽഹി മെട്രോൻ്റെ ടിക്കറ്റ് ഇതിലെടുക്കാൻ പറ്റും. ചാർട്ട് വേക്കൻസി, ആ ഒരു ചാർട്ട് വേക്കൻസിയെ കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അക്കൗണ്ടിൽ പോവുക, ലോഗൗട്ട് വെക്കുക. എന്താ പറയുക, അപ്പം അടുത്ത ആഴ്ച റെയിൽ 1 എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കൂടാണ്ട് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനുമായിട്ട് നമുക്ക്